പുണ്യാത്മാക്കളെ, വിചാരധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം സ്വർഗജീവിതവും നരകതുല്യം എന്നതാണ്. പൂർവജന്മങ്ങളിലെ സൽക്കർമ്മങ്ങളുടെ ഫലനായി നേടിയ പുണ്യം ജീവന്മാർ അനുഭവിപ്പാനായി അർഹരായ മാതാപിതാക്കളിലൂടെ ജന്മം എടുക്കുന്നു. സമ്പന്ന കുടുംബത്തിലാവാം, ദരിദ്ര കുടുംബത്തിലും ആവാം. സമ്പന്ന കുടുംബത്തിൽ ജനിച്ചവർ മാത്രമേ സുഖാനുഭവങ്ങൾക്ക് ഉണ്ടാവൂ എന്ന മിഥ്യാധാരണയെ മാറ്റണം. ദരിദ്ര കുടുംബത്തിലും ജനിച്ച കുട്ടികൾ സുഖം അനുഭവിക്കുന്നത് കാണാം. മാതാപിതാക്കൾ ജോലി ചെയ്ത് കുട്ടികളെ കഷ്ടപ്പാടുകൾ ഒന്നും അറിയിക്കാതെ അവരുടെ ആവശ്യാനുസരണം വേണ്ട കാര്യങ്ങളെ അറിഞ്ഞ് നടത്തിക്കൊടുത്ത് നല്ല ജീവിതം അനുഭവിക്കുന്നത് കാണാം. പിന്നീട് വിദ്യാഭ്യാസം നേടി നല്ല ജോലി ഉണ്ടായി സുഖമായി ജീവിക്കുന്നതും കാണാം. അതാണ് സ്വർഗ ജീവിതം. സമ്പന്ന കുടുംബത്തിൽ ജനിച്ച കുട്ടികൾ പണവും എല്ലാവിധ ജീവിത സൗകര്യങ്ങളും ഉണ്ട്. പക്ഷേ കുട്ടിക്ക് സുഖങ്ങൾ അനുഭവിപ്പാനുള്ള ശാരീരിക മാനസിക നില ശരി ഇല്ലാതെ വേദന അനുഭവിക്കുന്ന ജീവിതമാണെങ്കിൽ ആ ജീവിതം നരകം തന്നെ. നമുക്ക് 3 ലോകങ്ങൾ ഉണ്ട്: ഭൂർലോകം, ഭൂവർലോകം, സ്വർലോകങ്ങൾ. ഭൂമി, അന്തരീക്ഷം, സ്വർഗം. എല്ലാതരം വ്യാപാരങ്ങളും നടക്കുന്നത് ഭൂർലോകത്താണ്, അഥവാ ഭൂമിയിൽ. ശരീരം വിട്ടവർ ഭുവർ അഥവാ അന്തരീക്ഷത്തിൽ വായുഭൂതരായി വസിക്കുന്നു. കർമ്മ ഫലം അനുസരിച്ച് അടുത്ത ശരീരം കാത്ത് കഴിയുന്നു. മുക്തിയെ പ്രാപിച്ചവർ സ്വർലോകത്ത് ഇരിക്കുന്നു. അന്തരീക്ഷം ചലനമുള്ളതിനാൽ ജീവന്മാർ സഞ്ചരിക്കുന്നവരാണ്. സ്വർലോകത്ത് ചലനമില്ല, വ്യാപാരവുമില്ല. ബ്രഹ്മം സ്വർലോകത്ത് ഏകനായിരിക്കുമ്പോൾ അതേ ബ്രഹ്മം അന്തരീക്ഷത്തിൽ ജീവഭാവത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഭൂമിയിൽ ശരീരാദികളോട് ചേർന്ന് വ്യാപാരങ്ങളെ നടത്തുന്നു. ജീവന്മാർ മുക്തന്മാർ ആവണം എങ്കിൽ ജന്മാന്തര പുണ്യം, ഈശ്വരാനുഗ്രഹം, സ്വയം പ്രയത്നം ഉണ്ടാവണം. പ്രയത്നമില്ലാതെ ഒന്നും നേടാനാവില്ല. കർമ്മ മാർഗത്തിലുള്ളവരെ ദേവന്മാർ ഇഷ്ടപ്പെടുമ്പോൾ നിവർത്തി മാർഗം സ്വീകരിച്ചവരെ ദേവന്മാർക്ക് ഇഷ്ടമില്ല. മാത്രമല്ല അവർക്ക് വിഘ്നങ്ങളെയും ഉണ്ടാക്കും. യജ്ഞാദി കർമ്മങ്ങളിലാണ് ദേവന്മാർ നിലനിൽക്കുന്നത്. അത് മുടക്കുന്നതാണ് നിവർത്തി മാർഗം. വലിയ സുഹൃതികൾക്ക് മാത്രമേ തടസ്സങ്ങളെ കടന്ന് മുക്തി നേടാനാവുകയുള്ളൂ. സന്യാസമാണ് മുക്തിമാർഗം. ഇത് കേട്ട് എല്ലാവരും പോയി കാവി ഉടുക്കരുത്. കാവി ധരിച്ചതിനാൽ സന്യാസിയാവില്ല. മനസ്സാണ് സന്യസിക്കേണ്ടത്. 3 ലോകത്തും ഉള്ള സുഖ ദുഃഖ വ്യാപാരങ്ങളെ നശിച്ചവരാണ് സന്യാസി. പൂണനൂല് ഉള്ളതിനാൽ ബ്രാഹ്മണൻ ആവില്ല. ബ്രഹ്മജ്ഞാനം ഉണ്ടാവണം. വേഷാദികളാൽ സന്യാസിയാവില്ല. സർവസംഘ പരിത്യാഗം ഉണ്ടാവണം. ഭഗവാൻ പറയുന്നു, 1000-ൽ ഒരുവൻ ഒരു വേള ഭക്തനാവാൻ ശ്രമിച്ചേക്കാം. അങ്ങനെ ഉണ്ടാകുന്ന 1000 ഭക്തന്മാരിൽ ഒരുവൻ ആത്മവിദ്യയെ അന്വേഷിക്കാം. ആത്മവിദ്യയെ കരസ്ഥമാക്കിയ 1000-ൽ ഒരുവൻ മുക്തിയെ പ്രാപിച്ചേക്കാം. നോക്കൂ,
എത്ര ലക്ഷം ജനങ്ങൾ പ്രയത്നിച്ചാലാണ് ഒരുവന് മാത്രം മുക്തി ഉണ്ടാവുന്നത്? അത്രയും സുഹൃതം തന്നെ ഉണ്ടാവണം. കുടുംബത്തിൽ ഒരു വ്യക്തി സന്യാസം വിധിപ്രകാരം പൂർണ്ണതയിൽ ആചരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ശരീരം ദാനം ചെയ്ത മാതാപിതാക്കൾ മുക്തിയെ പ്രാപിക്കുന്നു. ആ സന്യാസിയുടെ മുന്നോട്ടും പിന്നോട്ടുമുള്ള 21 തലമുറകൾ ഉദ്ധരിക്കപ്പെടും എന്നാണ് ഉപനിഷത്തുക്കളും ശാസ്ത്രങ്ങളും പറയുന്നത്. ആ സന്യാസി എവിടെയെല്ലാം പാദസ്പർശം നടത്തുന്നുവോ അവിടെയെല്ലാം ശുദ്ധീകരിക്കപ്പെടുമെന്നും പറയുന്നു. തപശക്തിയാണ് ഇതിൻ്റെ മഹത്വം. ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ഒരുവൻ സുഖം അനുഭവിക്കുന്നത് നാം കാണുന്നുണ്ട്. എന്നാൽ അയാൾ അനുഭവിക്കുന്ന മാനസിക ദുഃഖം ആരും അറിയുന്നില്ല. ഒരു ദിവസം തൻ്റെ ശരീരവും അത് നേടിയ ഭാര്യ, മക്കൾ, ബന്ധങ്ങളും സമ്പത്തുകളും എല്ലാം ഉപേക്ഷിക്കേണ്ടതായി വരുമല്ലോ. അങ്ങനെ സംഭവിക്കുമ്പോൾ അയാൾക്ക് ഉണ്ടാകുന്ന മാനസികമായ ദുഃഖം താങ്ങാനാവില്ല. അധികാരം നൽകുന്ന മുദ്രയും മൂല്യം നിർണയിക്കുന്ന അക്കവും കൂടി ചേരുമ്പോഴാണ് ലോകം നാണയമാകുന്നത്. ഇരുട്ടും വെളിച്ചവും കൂടുമ്പോഴാണ് ഒരു ദിവസമാകുന്നത് എന്നെപ്പോലെ സുഖവും ദുഃഖവും അനുഭവിക്കുമ്പോഴാണ് ജീവിതവുമാകുന്നത്. ജീവിതം സുഖദുഃഖങ്ങളിൽ നിന്നും മോചിതനാകണം എങ്കിൽ അന്യമായത് തൻ്റെ താവുമ്പോൾ സുഖം അനുഭവിക്കുന്നു, നഷ്ടമാവുമ്പോൾ ദുഃഖം അനുഭവിക്കുന്നു. ശരീരം പ്രാരബ്ധ ഫലങ്ങളെ അനുഭവിപ്പാൻ കിട്ടിയതാണ്. അത് സ്വന്തമല്ല. സ്വന്തം എന്ന് കരുതിയ സാധനങ്ങൾ ചന്തയിൽ വിറ്റഴിഞ്ഞപ്പോൾ അന്യൻ്റേതായി. അതോടെ വാചസ്ഥലത്ത് തിരിച്ചു പോകും പോലെ ശരീരത്തിന് അനുഭവിപ്പാനുള്ളവയാണ് തന്നെ തേടി വന്നവയൊക്കെയും. പ്രാരബ്ധം അനുഭവിച്ച് ഇല്ലാതാകും പോലെ അനുഭവം കഴിഞ്ഞാൽ ശരീരത്തെ കാലം വേർപ്പെടുത്തും. അതിനു മുന്നേ ഭൗതിക വിദ്യയുടെ കൂടെ ആത്മവിദ്യയും കൂടി കരസ്ഥമാക്കണം. എന്നെ ഒരു മാതാപിതാക്കൾ ജന്മം തന്നു വലുതാക്കി. ഞാനും വിവാഹം ചെയ്തു. അതിലും മക്കളുണ്ടായി. അവരും വലുതായി കുടുംബമാവും. അവർക്കും മക്കളുണ്ടാവും. ഇത് കണ്ണികളെ കൂട്ടിയിണക്കിയ ചങ്ങല പോലെയാണ്. എൻ്റെ ശരീരം എനിക്ക് സമ്മതമില്ലെങ്കിലും ഒരു ദിവസം അത് നഷ്ടം വരും. അതിലൂടെ ഭാര്യ, മക്കൾ, കുടുംബം, ധനമെല്ലാം നഷ്ടമാവും. എന്തെന്നാൽ അവയൊന്നും എൻ്റെതല്ലായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്നതിനെ എൻ്റെതെന്ന് അജ്ഞതയാൽ തെറ്റിദ്ധരിച്ചതാണ് എന്നുള്ള സത്യത്തെ ജീവിതത്തിൽ സദാ വിചാരം ചെയ്ത് ഉറപ്പിക്കണം. മറ്റുള്ളവരെയും ഉപദേശിക്കണം. മുന്നേ കൂട്ടി ഈ തത്വത്തെ വിചാരം ചെയ്ത് ഉറപ്പിച്ചാൽ ഈ കാണുന്ന ഒന്നിനോടും താമരയിലയിൽ നിൽക്കും ജലം പോലെ എല്ലാം നമ്മളിൽ ഉണ്ടായാലും നാം അവയിലുണ്ടാവില്ല. ആ സത്യം മനസ്സിൽ ഉറച്ചു കഴിഞ്ഞാൽ ആര് വന്നാലും ആര് പോയാലും കാറ്റില്ലാത്ത സ്ഥലത്ത് ദീപം പോലെ മനസ്സ് നിലകൊള്ളും. അതാണ് ആനന്ദം, ബ്രഹ്മാനന്ദം അഥവാ മോക്ഷം. പുനർജന്മമില്ലാത്ത സത്യത്തിൽ ലയിക്കാം. ഹരി ഓം.